മുൻ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല ചെറുപുഴയിലെ കെ കുഞ്ഞികൃഷ്ണൻ നായരുടെ വീട് സന്ദർശിച്ചു കുടുംബാംഗങ്ങളെ അനുശോചനമറിയിച്ചു. ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സോനാങ്കോട്, ചെറുപുഴ, പാടിയൊട്ടിച്ചാൽ, ആലക്കോട് ആൻഡ് വെള്ളരിക്കുണ്ട്. മുൻ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല ചെറുപുഴയിലെ കെ കുഞ്ഞികൃഷ്ണൻ നായരുടെ വീട് സന്ദർശിച്ചു കുടുംബാംഗങ്ങളെ അനുശോചനമറിയിച്ചു. കുഞ്ഞികൃഷ്ണൻ നായരുടെ മക്കളായ കെ വേണുഗോപാൽ, കെ സുരേഷ് കുമാർ, കുടുംബാംഗങ്ങൾ എന്നിവർ ചേർന്ന് രമേശ് ചെന്നിത്തലയെ സ്വീകരിച്ചു. കുഞ്ഞികൃഷ്ണൻ നായരുടെ ഫോട്ടോയിൽ പുഷ്പാർച്ചന നടത്തി. DCC നിർവഹണ സമിതി അംഗം എ ബാലകൃഷ്ണൻ, മഹിളാ കോൺഗ്രസ് നേതാവ് ശാന്തമ്മ ഫിലിപ്പ്, കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് TP ചന്ദ്രൻ, കണ്ണൂർ മുനിസിപ്പാലിറ്റി മുൻ മേയർ TO മോഹനൻ, പാടിയോടിച്ചാൽ സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് കുട്ടിച്ചൻ തുണ്ടിയിൽ എന്നിവരും ഒപ്പമുണ്ടായിരുന്നു. കെ കുഞ്ഞികൃഷ്ണൻ നായരുമായി ദീർഘകാലത്തെ ബന്ധമാണ് തനിക്കുള്ളതെന്ന് രമേശ് ചെന്നിത്തല പറഞ്ഞു. ശ്രീ കുഞ്ഞികൃഷ്ണൻ നായർ ഈ നാടിൻ്റെ ചൈതന്യവത്തായ ഒരു നേതൃത്വമായിരുന്നു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ആശയാദർശങ്ങളെന്നും ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ദൃഢമായ ആശയങ്ങളോടുകൂടി പ്രവർത്തിച്ച ഒരു നേതാവാണ്. ആദർശശുദ്ധിയുള്ള, സത്യസന്ധമായ, ആത്മാർത്ഥമായ രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ ഉത്തമ ഉദാഹരണമാണ് അദ്ദേഹം. വളരെ വർഷങ്ങളുടെ ബന്ധമാണ് ഞങ്ങൾ തമ്മിലുള്ളത്. എല്ലാ കാലഘട്ടങ്ങളിലും ഈ നാടിൻ്റെ ആവശ്യങ്ങളും നാടിൻ്റെ പ്രശ്നങ്ങളും പാർട്ടിയുടെ കാര്യങ്ങളുമെല്ലാം ഞങ്ങൾ തമ്മിൽ ചർച്ച ചെയ്യാറുണ്ട്. ഞാൻ ആഭ്യന്തരമന്ത്രിയായിരുന്ന കാലത്താണ് അദ്ദേഹം ആവശ്യപ്പെട്ട പ്രകാരം ഇവിടെ ഒരു പോലീസ് സ്റ്റേഷൻ തന്നെ അനുവദിച്ചത്. വളരെയേറെ പാർട്ടിക്ക് വേണ്ടി ത്യാഗം സഹിച്ച, പാർട്ടിയെ കെട്ടിപ്പടുക്കാൻ വേണ്ടി പ്രവർത്തിച്ച അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾക്ക് മുമ്പിൽ ആദരാഞ്ജലികൾ അർപ്പിക്കും. DCC നിർവഹണ സമിതി അംഗം കെ സുരേഷ് കുമാറിന്റെ വീട്ടിലെത്തിയ രമേശ് ചെന്നിത്തല നാഷണൽ അധ്യാപക അവാർഡ് നേടിയ ലീന ടീച്ചറെ ആദരിച്ചു. യൂത്ത് കോൺഗ്രസ് നേതാവ് VP അബ്ദുൾ റഷീദും മറ്റു നേതാക്കളും ചടങ്ങിൽ സംബന്ധിച്ചു. എല്ലാവിധ ആശംസകളും. 4 പേരും സേവനത്തിനുള്ള അവാർഡാണ്. 4 പേരും 2 മക്കളും PV അൻവർ പറഞ്ഞ കാര്യങ്ങൾ കേരളം വളരെ ഞെട്ടലോടെയാണ് ശ്രവിച്ചത്. നേരത്തെ പ്രതിപക്ഷം ഉന്നയിച്ചിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് അൻവർ ഉന്നയിക്കുന്നത്. സ്വാഭാവികമായും ഇടതുമുന്നണിയുടെ ഒരു MLA പറയുമ്പോൾ അതിന് കൂടുതൽ പ്രാധാന്യം ലഭിക്കും എന്ന് മാത്രമേ ഉള്ളൂ. കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഒരു അധോലോക കേന്ദ്രമാണ്. എല്ലാ അഴിമതികൾക്കും കൊള്ളകൾക്കും കൂട്ടുനിൽക്കുന്ന ഒരു ഓഫീസായി ഇത് മാറിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ മുഖ്യമന്ത്രിക്ക് ഭരിക്കാനുള്ള അവകാശം നഷ്ടപ്പെട്ടിരിക്കുകയാണ്. മുഖ്യമന്ത്രി രാജിവെച്ച് പുറത്തു പോകേണ്ടതാണ്. ഇന്ന് അൻവർ ഉന്നയിച്ച ഓരോ കാര്യങ്ങളും അത് അതീവ ഗൗരവ സ്വഭാവത്തിലുള്ളതാണ്. ദാവൂദ് ഇബ്രാഹിമിനേക്കാൾ കൂടുതൽ കുറ്റം ചെയ്യുന്ന ആളാണ് ADGP ലോ ആൻഡ് ഓർഡർ എന്ന് പറയുമ്പോൾ നമ്മൾ എവിടെ നിൽക്കുന്നു? പൊളിറ്റിക്കൽ സെക്രട്ടറിക്കെതിരെ എല്ലാ സ്വർണ്ണക്കള്ളക്കടത്ത് കേസിലും പ്രതിയാണ് എന്ന് പറയുമ്പോൾ നമ്മൾ എവിടെ നിൽക്കുന്നു? അപ്പോൾ കേരളത്തിൽ നടക്കുന്ന എല്ലാ അക്രമങ്ങൾക്കും കൊള്ളകൾക്കും അഴിമതിക്കും കൂട്ടുനിൽക്കുന്ന ഒരു ഭരണകൂടവും ഒരു മുഖ്യമന്ത്രിയുമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അൻവർ പറഞ്ഞതുകൊണ്ട് അതിനെ തള്ളിക്കളയാൻ കഴിയില്ല. അൻവറുമായി ഞങ്ങൾക്ക് അഭിപ്രായ വ്യത്യാസം ഉണ്ടാകും. പക്ഷേ അൻവർ പറയുന്ന കാര്യങ്ങൾ അതീവ ഗൗരവ സ്വഭാവത്തിലുള്ളതാണ്. ആഘോഷവേളകളെ അവിസ്മരണീയമാക്കാൻ ആർഭാടങ്ങളിലെ അണിയലങ്ങളുമായി പൊന്നിന്റെ കലവറ. മാറുന്ന കാലത്തിൽ മാറ്റത്തിന്റെ രുചിയറിയുന്ന വൈവിധ്യങ്ങളുടെ സുവർണശേഖരവുമായി മലയോരത്തിന്റെ തിലകക്കുറി. സ്വർണ്ണ വ്യാപാര രംഗത്ത് 25 വർഷത്തെ മഹത്തായ സേവന പാരമ്പര്യം. നവീന രീതിയിലുള്ള ഡിസൈനുകൾ, വിപുലമായ ശേഖരം, വിശ്വസ്തത. മലയോരത്തിന്റെ മനസ്സറിഞ്ഞ ഷോറൂം. സോനാങ്കോട്, ചെറുപുഴ, പാടിയൊട്ടിച്ചാൽ, ആലക്കോട് ആൻഡ് വെള്ളരിക്കുണ്ട്.